ഞാൻ സംരക്ഷിച്ചാറിൻ്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് നല്ല അടിപൊളി ഒരു ഐറ്റം കേട്ടോ. പ്യുവർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ചെയ്തെടുത്തേക്കുന്ന ഐറ്റമാണ്. യോക്ക് പോർഷനിൽ നമ്മുടെ അജ്രക്കിൻ്റെ പ്രിന്റ്, ബാക്കി ഫുൾ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് മെയിനായിട്ട് ഈ ഒരു പോർഷനിലെ ഗ്ലാസ് വർക്ക് ആട്ടോ. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്ലാസ് വർക്ക്, ഒറിജിനൽ ഗ്ലാസ് വർക്കിലാണ് ചെയ്തേക്കുന്നത്. അത്രയും ഹെവി ഡിസൈനാണ്. നമുക്ക് നോർമലി കോട്ടണിൽ അങ്ങനെ ഒരുപാട് അങ്ങനെ വർക്കായിട്ട് ഇത്തിരി വരുന്നില്ലല്ലോ, പക്ഷേ ഇത് ഹാൻഡ് വർക്കിൽ തന്നെ നല്ല ഗ്ലാസ് വർക്ക് പാറ്റേണിൽ കൊടുത്തേക്കുന്ന ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്കറിയത്തില്ല. എന്തായാലും നല്ല കളർ കോമ്പിനേഷനിൽ ഈ ഒരു വെറൈറ്റി ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇത് തയ്ച്ചിട്ടുള്ളൊരു ഭംഗി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അത്രയും രസമുള്ള ഐറ്റം ആട്ടോ. ഇതാണ് ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ഫുൾ ഒറിജിനൽ ഗ്ലാസ് വർക്ക് ആട്ടോ. ആ ഒരു സ്ക്വയർ പാറ്റേണുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറും നല്ല രസമുണ്ട്. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡ്, ഡാർക്ക് ബ്രിക്ക് കളറാണ് നമുക്ക് ടോപ്പിന് കൊടുത്തേക്കുന്നത്. സെയിം കളർ ബോട്ടം വരും. എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നിങ്ങൾക്കിത് കോട്ടൺ മാത്രമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. കാരണം വെറൈറ്റി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഫുള്ളായിട്ട് ഇതുപോലെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓവർ പ്രിൻ്റ് അല്ല കേട്ടോ. മെയിനായിട്ട് കോട്ടണിൽ സാധാരണ ഭയങ്കര ഒത്തിരി പ്രിൻറ്റഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇതിലാകുമ്പോൾ ഒരുപാട് അങ്ങനെ പ്രിൻറ്റ് ഓവറായിട്ട് കൊടുത്തിട്ടില്ല. മെയിൻ ഗ്ലാസ് വർക്കിൻ്റെ ഒരു ഭംഗിയാണ് മെയിൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും ഒരു മിനിമലായിട്ടുള്ള ഡിസൈൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നല്ല രസമാട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് Y509, റേറ്റ് 1000. രണ്ടാമത്തെ ഷെയ്ഡ് ഇതും നല്ല രസമില്ലേ കാണാൻ. ഭയങ്കര റെയർ ആയിട്ട് കാണാറുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ലൊരു ഗ്രീൻ കളർ, അതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് കൂടിയിട്ടുള്ള ഷെയ്ഡ്, ഡാർക്കർ ഓറഞ്ച് കളർ കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രിൻറ്റുകൾക്കൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി പ്രിൻ്റാണ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ പ്രിൻറ്റുകൾക്കും വ്യത്യാസമുണ്ട് കേട്ടോ. അതിനനുസരിച്ചാണ് ഓരോന്നിലും നമുക്ക് ദുപ്പട്ടയ്ക്കകത്ത് പ്രിൻറ്റ് കൊടുത്തേക്കുന്നത്. യോക്ക് പോർഷനിലെ ഡിസൈൻ ഇതുപോലെ. ഇത് പ്യുവർ അജ്രക് കോട്ടൺ ആട്ടോ. നല്ല ടോപ്പ് ക്വാളിറ്റി ഫാബ്രിക്കാണ്. കോട്ടണായിട്ട് നമുക്ക് ടോപ്പിനും ബോട്ടത്തിനും കൊടുത്തേക്കുന്നത്. എല്ലാം കോട്ടൺ തന്നെ, എല്ലാം പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക്. ഫ്രണ്ട് പോർഷനിൽ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് അട്രാക്ഷൻ വരുന്നത് ആ ഒരു ഗ്ലാസ് വർക്കിൽ തന്നെയാണ്. ഇതിൻ്റെ ഡിസൈൻ ഇതുപോലെ വരും. പിന്നെ ചെറിയൊരു കാന്താവൊക്കെ നമുക്ക് ആ ഒരു ബോർഡറിൽ കൂടെ, യോക്ക് പോർഷൻ്റെ ബോർഡറിൽ കൂടെയും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് Y510, റേറ്റ് സെയിം ആണ് കേട്ടോ. അടുത്തത് നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതിൻ്റെ അകത്ത് ഭയങ്കര കൺഫ്യൂഷനാവും ഉറപ്പായിട്ടും. എനിക്ക് ഏത് കളർ എടുക്കണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുകയാണ്. എല്ലാ ഷെയ്ഡ്സും നല്ലതാണ്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഇത് എടുക്കാൻ തോന്നും. കാരണം പക്ഷേ പിന്നെ ആലോചിക്കുമ്പം എനിക്കുള്ളതിലെല്ലാം തന്നെ ഈ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. അങ്ങനെ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും വെറൈറ്റി എടുത്താലോ എന്ന് ആലോചിക്കും. പക്ഷേ ഇത് അടിപൊളിയാട്ടോ. ഈ കോമ്പിനേഷൻ ഉള്ളവരാണെങ്കിലും എപ്പോഴും ചിലപ്പോൾ ഇത് തന്നെയൊക്കെ എടുത്തു പോകും. എനിക്ക് ഒരുപാടെണ്ണം ഈ ഒരു കളർ കോമ്പിനേഷനിലുണ്ട്. ഇതിൻ്റെയും പ്രിൻ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലെയാണ് മൊത്തത്തിൽ വരുന്നത്. മെയിൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഗ്ലാസ് വർക്കിൻ്റെ ഭംഗി തന്നെയാട്ടോ. എല്ലാം നല്ല തിക്കായിട്ടുള്ള നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. സെപ്പറേറ്റ് വാഷേ ചെയ്യാവുള്ളൂ. ജസ്റ്റ് ഒന്ന് മുക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണിതിൻ്റെ. പറ്റുന്നൊരു ഡ്രൈ വാഷ് ചെയ്തു. കൂടിയ ഐറ്റംസ് ആയതുകൊണ്ട് ഡ്രൈ വാഷ് ചെയ്താലും കുഴപ്പമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സെപ്പറേറ്റ് ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ മൊത്തത്തിൽ പ്രിൻറ്റിന് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു പ്രിൻറ്റിലെ വ്യത്യാസത്തിനനുസരിച്ച് അതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് നമുക്ക് ദുപ്പട്ട പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഒരു കുറ്റം പറയാനില്ലാത്തൊരു സെറ്റ്. പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു വെറൈറ്റി ലുക്ക് തോന്നിക്കും. കോട്ടൺ തന്നെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതാണ്. നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് കേട്ടോ. ഇതിൻ്റെ നമ്പർ, ഇതും നല്ല കളറാട്ടോ. നല്ലൊരു പേർപ്പിൾ കൂടിയിട്ടുള്ളൊരു ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് ആ ഒരു ഷെയ്ഡുമായിട്ട് മിക്സ് ആയിട്ടാട്ടോ. ആ ഒരു പേർപ്പിൾ വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡ് മിക്സ് ആയിട്ട്, തനി ബ്ലാക്ക് അല്ല, ഇതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ളൊരു കളറിലാണ് ചെയ്തേക്കുന്നത്. ബോട്ടം ടോപ്പിൻ്റെ സെയിം കളർ തന്നെ. ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന കളറൊന്നും അല്ല കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കോട്ടൻ്റെ തന്നെ നല്ല ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് എല്ലാം വന്നേക്കുന്നത്. മെയിൻ ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്ലാസ് വർക്കിൻ്റെ ഭംഗിയാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ ഈ യോക്കിലെ ഡിസൈൻസ് നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ Y512, റേറ്റ് വരുന്നത് നമ്പർ ഇവിടെ കൊടുത്തേക്കാവേ കറക്റ്റായിട്ട്. റേറ്റ് 1690. ലാസ്റ്റ് കളർ വരുന്നത് വെരി റെയർ ആയിട്ടുള്ള നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. നല്ല അടിപൊളി ഡിസൈൻ ആട്ടോ. നല്ല രസമുണ്ട്. മെയിനായിട്ട് ഞാൻ ഈ ഐറ്റം എടുക്കാൻ ആദ്യം തന്നെ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എടുത്ത്. ആ ഗ്ലാസ് വർക്കും ഈ ഒരു ഡിസൈനും ഒക്കെ ഭയങ്കര നല്ല രസമുണ്ട്. അപ്പോൾ ഇത് പ്യുവർ അജ്രക് കോട്ടൺ ആട്ടോ ഫാബ്രിക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ മിക്സഡ് ടൈപ്പ് ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് വെറൈറ്റി ഒരു പ്രിൻ്റ് ആട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ നമുക്ക് ഈ ഒരു യോക്കിലെ സെയിം ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ദുപ്പട്ട എല്ലാത്തിനും കൊടുത്തേക്കുന്നത്. പ്യുവർ കോട്ടൺ, പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. സെപ്പറേറ്റ് വാഷേ ചെയ്യാവുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തിട്ട് മുക്കരുതെന്ന് കേട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക്കാണ്. ഈവൻ ലൈനിങ് ഇല്ലാതെ പോലും ഇങ്ങനത്തെ മോഡൽ തയ്ക്കുന്നവരുണ്ട്. ലൈനിങ് ഇട്ട് ചെയ്താൽ മതി. കുറച്ച് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് ഇട്ട് ചെയ്യുന്നതാണ് നല്ലത്. ബോട്ടം ഒക്കെ നല്ല തിക്ക് ഫാബ്രിക് ആട്ടോ. ടോപ്പും ബോട്ടം സെയിം മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പ്യുവർ കോട്ടണിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ ഇതെടുത്തോ. മാത്രമല്ല വലിയ റേറ്റും വരുന്നില്ല. പ്യുവർ ജയ്പൂർ കോട്ടൺ ഉറപ്പായിട്ടും 2000 മേളിൽ റേറ്റ് വരാറ്.
ഇത് പ്രിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചങ്ങ് തരുന്നെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്പർ Y511 റേറ്റ് സെയിം തന്നെയാണ് 1690.